നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിലെ റീൽസ് കുമാരന്മാർക്കെതിരെ ആ പാർട്ടിയിൽ രോഷവും പ്രതിഷേധവും പുകയുകയാണ്. നിലമ്പൂർ പ്രചരണത്തിനിടയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ റീൽസ് ഇട്ട് കളിക്കുന്ന കോൺഗ്രസിലെ യുവ നേതാക്കൾക്കെതിരെ മുതിർന്ന നേതാക്കളടക്കം രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിന് മാത്രമല്ല, മുസ്ലിം ലീഗിലെയും ചില യുവ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ റീൽസ് ഇട്ട് കളിക്കുകയാണെന്നും അവരാരും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രചരണം നടത്തുന്നില്ലെന്നുമുള്ള പരാതി കോൺഗ്രസ് നേതൃത്വത്തിലും ലീഗ് നേതൃത്വത്തിലും ഉണ്ടായി. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കുട്ടത്തിൽ, PK ഫിറോസ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഇപ്പോൾ അസംതൃപ്തി പുകയുന്നത്. റീൽസ് ഇട്ട് കളിച്ചാലൊന്നും ജനപിന്തുണ നേടാൻ കഴിയില്ല. ജനങ്ങളുടെ അംഗീകാരം ലഭിക്കണമെങ്കിൽ ഓരോ മനുഷ്യനെയും കണ്ട് സംസാരിച്ച് ഓരോ വീടുകളിലും കയറിയിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണമെന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഈ ജൂനിയർ നേതാക്കളോട് അല്ലെങ്കിൽ യുവതുർക്കികളോട് പറയുന്നത്. രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിലും അനാവശ്യമായി ചില പ്രശ്നങ്ങൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനിടെ ഉണ്ടാക്കിയതും കോൺഗ്രസ് നേതൃത്വത്തിൽ അസംതൃപ്തി വിളിച്ചു വരുത്തിയിരുന്നു. രമേശ് ചെന്നിത്തലയെ പോലെയുള്ള സീനിയർ നേതാക്കൾ ഈ ജൂനിയർ നേതാക്കളെ അല്ലെങ്കിൽ ഈ യുവ തുർക്കികളെ ശാസിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം പോലീസ് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുമ്പോൾ തൻ്റെ വാഹനം പരിശോധിച്ചു എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിലും എല്ലാം ഉദ്യോഗസ്ഥർക്ക് നേരെ, റവന്യൂ ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ തട്ടിക്കയറിയത് കോൺഗ്രസ് നേതൃത്വത്തെ അമ്പരപ്പിച്ചിരുന്നു. അവർക്ക് വലിയ രോഷം ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിരുന്നു. രാഹുലിൻ്റെയും ഷാഫിയുടെയും നടപടികളെ പിന്തുണയ്ക്കാൻ ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായതുമില്ല. അതിനിടയ്ക്കാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്, ജനങ്ങളുമായി കൂടുതൽ അടുപ്പം വേണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണമെന്നും അല്ലാതെ ഇത്തരം കോപ്രാംഗങ്ങൾ കാണിക്കരുതെന്നുമാണ് അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവ് ഇവരെ ഉപദേശിച്ചത്. ഏതായാലും റീൽസ് ഇട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കളിക്കുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉയർന്നിരുന്നു. അവർ കാണിക്കുന്നത് ചാണ്ടിയുമ്മനെ പോലൊരു നേതാവിനെയാണ്. ചാണ്ടിയുമ്മൻ ഓരോ വീടുകളും കയറിയിറങ്ങി ഓരോ മനുഷ്യരെയും കണ്ട് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുകയായിരുന്നു. തൻ്റെ പിതാവിൻ്റെ അടുത്ത സുഹൃത്തായ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യണമെന്നും അത് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമ്പോൾ തൻ്റെ മൺമറഞ്ഞുപോയ പിതാവിൻ്റെ സ്വപ്നം കൂടിയാണ് വിജയിക്കുന്നതെന്നുമാണ് ചാണ്ടിയുമ്മൻ ഓരോ മനുഷ്യരെയും കണ്ട് പറഞ്ഞതെന്ന് അവിടെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയത്ത് റീൽസ് കുമാരന്മാരെല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ റീൽസ് ഇട്ട് കളിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെ അനുകരിക്കുന്നതിന് അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് റീൽസ് ഇട്ട് കളിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള കളിയാണ് ഇവർ നടത്തിയതെന്നുമാണ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായാലും ഈ റീൽസ് ഇട്ട് കളിയോട് കോൺഗ്രസിൽ വ്യാപകമായ എതിർപ്പ് ഉയർന്നു വന്നു, പ്രത്യേകിച്ച് സീനിയർ നേതാക്കളുടെ ഭാഗത്തു നിന്നും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്തുണ ഈ യുവ നേതാക്കൾക്ക് ഉള്ളത് കൊണ്ട് അവർ ഇത് ആദ്യമൊന്നും കാര്യമായി മൈൻഡ് ചെയ്തില്ല. പക്ഷേ അതിനുശേഷം കോൺഗ്രസിൽ എതിർപ്പ് ശക്തമായപ്പോഴാണ് റീൽസുമായുള്ള പരിപാടിയുമായി അവർ പതിയെ ഒന്ന് പിൻവലിഞ്ഞത്. ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഭരണവിരുദ്ധ തരംഗം കൂടുതലുണ്ടാക്കി UDF-നെ ജയിപ്പിക്കുന്നതിന് പകരം ജനങ്ങളുമായി സംവദിക്കാതെ ജനങ്ങളിലേക്ക് ഇടയില്ലാതെ മൊബൈൽ ഫോൺ പിടിച്ച് റീൽസ് ഇട്ട് കളിച്ചാൽ പിന്നെ അതെന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും ഇവരോട് നേരിട്ട് തന്നെ ചോദിച്ചത്. ഏതായാലും ഈ റീൽസ് ഇട്ട് കളിക്കുന്ന ഈ രാഷ്ട്രീയം കോൺഗ്രസിന് യോജിച്ചതല്ലെന്നും കോൺഗ്രസിന് കുറച്ചുകൂടെ ജനാധിപത്യപരമായ ഘടനയുള്ളത് കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് വേണ്ടതെന്നും സീനിയർ നേതാക്കൾ വളരെ കാര്യമായി തന്നെ ഈ നേതാക്കളെ ഉദ്ബോധിപ്പിച്ചെങ്കിലും ഇവർ ആദ്യമൊന്നും വഴങ്ങാൻ തയ്യാറായില്ല. പിന്നീട് സമ്മർദ്ദം ശക്തമായപ്പോഴാണ് പതിയെ റീൽസ് കളിയിൽ നിന്നെല്ലാം പിന്മാറിയത്. ഏതായാലും ഈ നേതാക്കൾക്കെതിരെ, ലീഗിലും കോൺഗ്രസിലുമുള്ള യുവ നേതാക്കൾക്കെതിരെ, റീൽസ് ഇട്ട് കളിക്കുന്ന യുവ നേതാക്കൾക്കെതിരെ ശക്തമായ വിമർശനം ചില യുവ നേതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടായി. T സിദ്ദിഖും PC വിശ്വനാഥും അടക്കമുള്ള യുവ നേതാക്കളാണ് ഷാഫിക്കും രാഹുലിനുമെതിരെ ഇക്കാര്യത്തിൽ രംഗത്ത് വന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും റീൽസ് കുമാരന്മാർക്ക് ഇനി അത്ര നല്ല കാലമല്ല കോൺഗ്രസിലെന്നാണ് ഇപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.